ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമോ എന്ന് ഇന്നറിയാം. റിപ്പോർട്ട് തടയണമെന്ന നടി രഞ്ജിനിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കോടതി വിധിക്ക് അനുസരിച്ചായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ തീരുമാനമെടുക്കുക. വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ടിന്റെ 223 പേജ് പുറത്തുവിടാനായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ റിപ്പോർട്ട് പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാൽ ഉൾപ്പെടെ 8 പേർക്ക് പകർപ്പ് നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ നടി രഞ്ജിനിയുടെ ഹർജി ചൂണ്ടിക്കാട്ടി സർക്കാർ നിലപാട് മാറ്റുകയായിരുന്നു. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നടി രഞ്ജിനിയുടെ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും രഞ്ജിനി ആവശ്യപ്പെട്ട പ്രകാരം ഇതിലെ ഈ വിവരങ്ങൾ അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ വിവരങ്ങൾ അത് പുറത്തുവിടരുത് എന്നല്ല സർക്കാരിനോട് പറയുന്നത്. പക്ഷേ അവർ കൂടി മൊഴി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ കൃത്യമായിട്ടുള്ള ആ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് കൂടി അവർ കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം പുറത്തുവിടേണ്ട എന്നാണ് നിയമപരമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരാനുള്ള ഒരു സാധ്യതകൾ എത്രത്തോളമാണ് നിയമപരമായി? ശ്രുതി, ഈ പറഞ്ഞതുപോലെ രഞ്ജിനി നൽകിയ ഈ ഹർജി ഇന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് എന്നതാണ്. 10 മണിയോടുകൂടി തന്നെ പരിഗണിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിനി നൽകിയ അപ്പീലിൽ വിശദമായി ഇന്ന് വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും, നേരത്തെ തന്നെ നിയമപരമായി ഇത് നടക്കില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന കാര്യം സർക്കാർ അഭിഭാഷക തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ചായിരിക്കും സർക്കാർ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകുമോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും സംശയം നിലനിൽക്കുന്നത്. ഏതായാലും ഹർജി തള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകേണ്ടി വരും എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നൽകാനുള്ള സാധ്യത ഏറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റിപ്പോർട്ടറിന്റെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷിപാൽ ഉൾപ്പെടെ 8 പേർക്കാണ് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുക. അങ്ങനെയെങ്കിൽ കൃത്യമായി ഏതൊക്കെ വിവരങ്ങൾ ഇതിലുണ്ട് എന്നതിൽ ഒരു വ്യക്തത വരുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർജി തള്ളിയാലും സ്വീകരിച്ചാൽ പോലും സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ആത്മാർത്ഥത അത് ഒരു നിഴലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം തുടക്കം മുതൽ തന്നെ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ചില നിലപാട് വ്യക്തമാക്കുന്നതിൽ ചില അനിശ്ചിതത്വം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നിയമതടസ്സം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും സർക്കാരിന് എന്താണ് ഇത് പുറത്തുവിടാതിരിക്കാനുള്ള കാരണമെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നേരത്തെ ശനിയാഴ്ച 11 മണിക്ക് നൽകുമെന്നതായിരുന്നു അറിയിച്ചിരുന്നത്. പിന്നാലെ രാത്രിയോടുകൂടി തന്നെ രഞ്ജിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി നൽകുന്നു. ഇതാണ് പിന്നീട് ഗവൺമെന്റ് സർക്കാർ ഒരു തടസ്സമായി മുന്നോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു തടസ്സം നിലനിൽക്കുന്നതിനാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കഴിയില്ല എന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഹർജി തള്ളിയാൽ തീർച്ചയായും സർക്കാരിന് നൽകേണ്ടി വരുമെന്നതാണ്. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർക്കാരിന് നൽകിയിരിക്കുന്ന അവസാന സമയം അത് നാളെ അവസാനിക്കുകയാണ്. അതിനിടയിൽ സർക്കാർ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമോ എന്നതിൽ തന്നെയാണ് ഇനി വ്യക്തത വരേണ്ടത്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ ജസ്റ്റിസ് മുസ്താഖ് ഈ ജസ്റ്റിസിന്റെ ഈ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ഹർജി പരിഗണിക്കുമെന്നതാണ്. അതിനുശേഷമായിരിക്കും ഏത് രീതിയിലാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ അടക്കം തീരുമാനമുണ്ടാകുക. ശ്രുതി, ആര്യ. സുനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നിനെയും ബാധിക്കില്ല, അത് പുറത്തുവിടണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നതും അത് തന്നെയാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റ്? പുറത്തുവിട്ടാൽ തന്നെ സിനിമാ മേഖലയിൽ ആ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ച് അത് കൂടുതൽ നവീകരണത്തിന്, സിനിമാ മേഖലയിൽ കൂടുതൽ നവീകരണത്തിന് ഉതകും എന്ന് തന്നെയാണ് അവരും അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരുപക്ഷെ 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത്. അപ്പോൾ തന്നെ WCC അംഗങ്ങളടക്കം ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ സർക്കാരിന് കൃത്യമായൊരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നതാണ്. ഓരോ തവണയും ഇത് പുറത്തുവിടും അല്ലെങ്കിൽ ഈ വിവരാവകാശ നിയമപ്രകാരം ഇവർക്ക് കൊടുക്കാം, ഈ 8 പേർക്ക് കൊടുക്കാം, ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുക്കും, അതും വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 223 പേജുള്ള ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്നതായിരുന്നു. പക്ഷേ അത് നൽകാൻ പോലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മറ്റിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് തന്നെയാണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ തിരക്കഥയെ വെല്ലുന്ന സീനുകൾ നടക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും അതിലടക്കം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഹർജി തള്ളുകയാണെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ നിർബന്ധിതമാകുമെന്നതാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആര്യ.
സുനിഷ, മറ്റൊന്ന്, ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ടായാൽ പോലും ഇതിൽ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ തടസ്സ ഹർജി പോലെ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹർജികൾ നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ നിയമപോരാട്ടം നീളുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം കൂടി വീണ്ടും മുന്നോട്ട് നീണ്ടു പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രുതി. കാരണം തുടക്കത്തിൽ ഒരു ഹർജി അത് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഇതിലൊരു അനിശ്ചിതത്വം വന്നത്. പിന്നാലെ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാമെന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം തന്നെ രഞ്ജിനി, WCC അംഗം കൂടിയായിട്ടുള്ള രഞ്ജിനി, തൻ്റെ മൊഴി കൂടി ഇതിലുണ്ട്, അത് പുറത്തു വരുമോ എന്നൊരു ആശങ്ക സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ തടസ്സ ഹർജി കൊടുക്കുന്നു എന്നതാണ്. പിന്നാലെയാണ് സർക്കാർ വീണ്ടും ഒരു തടസ്സം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് എന്നതാണ്. വീണ്ടും ഇത്തരത്തിലൊരു തടസ്സ ഹർജി കൊടുക്കുകയാണെങ്കിൽ നിയമപരമായ ഒരു തടസ്സം ഉണ്ടാകില്ലേ എന്നൊരു സംശയമുണ്ട്. പക്ഷേ പുറത്തു വരുമോ എന്നതിൽ തന്നെയാണ് ആകാംക്ഷയും. അത് തന്നെയാണ് ഹൈക്കോടതി വിധി ഉൾപ്പെടെ ഇന്ന് 10 മണിയോടെ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.